ഓട്ടോമോട്ടീവ്. അപ്പോൾ ഓട്ടോമോട്ടീവ് എന്ന പുതിയ വീഡിയോക്ക് സ്വാഗതം. അപ്പോൾ ഇതിൻ്റെ പോയിട്ടുണ്ട് www.dealbus.com. നമ്മുടെ BX6 മാർക്കോ പോളോ കിട്ടില്ല വണ്ടിയോടം വന്നിട്ട് നമ്മുടെ പുറകെ. ഈ വണ്ടി വെക്കുന്നതല്ല, കോഴിക്കോട് ടു എറണാകുളം സർവീസ് പറഞ്ഞ AC ബസ്സാണ്. നമ്മുടെ കോഴിക്കോട് നിന്ന് എറണാകുളത്തേക്ക് വന്ന ബസ്സാണ് നിങ്ങൾ കണ്ടത്. ഇതാണ് വണ്ടി 989 വണ്ടിയാണ്. ഈ വണ്ടിയുണ്ട്. ഇതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ 5 മണിയാകുമ്പോഴേക്കും നമ്മുടെ ഗുരുവായൂരിന് വേറെ ഇങ്ങോട്ടും ഉണ്ട്. ഇപ്പോൾ പുതിയൊരു പെർമിറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ബസ് ഗ്രൂപ്പ് വന്നേക്കുന്നതാണ്. അപ്പോൾ ഈ വണ്ടിയെ കുറിച്ച് തുടങ്ങി 410 ജസ്റ്റ് ഇതിനകത്ത് നമുക്ക് ടിക്കറ്റ് 420 GST ഉൾപ്പെടെ 500. അപ്പോൾ ഇനി കോഴിക്കോട് നിന്ന് വരുമ്പോഴേക്കും നമുക്ക് ഈ തണുപ്പൊക്കെ കൊണ്ടല്ലേ സമാധാനമായിട്ട് വരാൻ പറ്റിയ വണ്ടിയാണ്. അപ്പോൾ ഇതിനെ കുറച്ച് വീഡിയോ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഈ കാണാണ്ടാവുന്ന ഡീൽ ബസ് അത് മാർക്കോ പോളോ വണ്ടിയാണ്. അപ്പോൾ ഈ ഒരു ഏകദേശം ഒരു കളർ നീല, ഈ ഒരു നീല പോലത്തെ കളറ്. അപ്പോൾ ഇത് ഈ ഒരു ഭാഗം മൊത്തം ഫുള്ള് വന്നേക്കുന്നത് ഫിക്സഡ് ഗ്ലാസ് ആയിട്ടാണ് വന്നേക്കുന്നത്. ടാറ്റയുടെ ഫ്ലീറ്റ് എഡ്ജ് ഇൻസൈഡാണ്. ഫ്ലീറ്റ് എഡ്ജൊക്കെ ആഡ് ചെയ്ത വണ്ടിയാണ്. അപ്പോൾ ഫിക്സഡ് ഗ്ലാസ് ആണ് ഇവിടെ വന്നേക്കുന്നത്. ഇപ്പോൾ വണ്ടിയുടെ ഈ സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഡീൽ ബസ് എന്ന് എഴുതിയിട്ട് അവരൊരു ലോഗോ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡീൽ ബസ്, അതായത് നമ്മുടെ ടാറ്റയുടെ മാർക്കോ പോളോ പുറകിലേക്ക് വരുമ്പോൾ ഇവിടെ മാർക്കോ പോളോ എന്നുള്ളൊരു ബാഡ്ജിങ് അവരുടെ ഒരു സംഭവം. പക്ഷേ വേറെ കോമഡി ഉണ്ട്, ഇവിടെ തന്നെയാണ് ക്യാമറയും കൊടുത്തേക്കണത്. പിന്നെ ഇവിടെ ടാറ്റ എന്നുള്ള ലോഗോ, പിന്നെ www.dealbus.in എഴുതി കാലിക്കറ്റ് എറണാകുളം. ബുക്കിംഗ് ചെയ്യേണ്ട നമ്പർ 2 അവിടെ കൊടുത്തിട്ടുണ്ട്. കസ്റ്റമർ കെയർ സപ്പോർട്ടും ഒരു പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബുക്കിംഗ് ചെയ്യുന്നവർക്കൊക്കെ ബുക്കിംഗ് ചെയ്യാം. ഇൻ കേസ് നമുക്ക് സ്പോട്ടിൽ ടിക്കറ്റ് ഇല്ല, ഇപ്പോൾ ഓൾ ഇന്ത്യ പെർമിറ്റ് ആയതുകൊണ്ട് നമ്മൾ ബുക്ക് ചെയ്ത് വേണം സർവീസിൽ നമ്മൾ ഈ വണ്ടിയിൽ കയറാൻ പറ്റും. ഈ വണ്ടിയിൽ ഇവിടെ സൈഡിലേക്ക് വന്നിട്ട് ഇവിടെ റെഡ് ബസ്സിൽ അവൈലബിൾ ആയിരിക്കും, മേ ബി അവൈലബിൾ ആയിരിക്കും. കാരണം ഓൾറെഡി റെഡ് ബസ്സിൽ എല്ലാ വണ്ടികളും ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ ഈ സൈഡിലും അപ്പർ സൈഡിലെ പോലെ തന്നെ ഡീൽ ബസ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. പിന്നെ കണ്ട ഫിക്സഡ് ഗ്ലാസ് ആണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് വേണ്ടി ഡിക്കി കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത്. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയും നമുക്ക് വണ്ടിക്ക് ഡിക്കി സ്പേസ് കാര്യങ്ങൾ വീൽ സ്പേസ് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇതിവിടെ ഉണ്ട് നമ്മുടെ സ്റ്റെപ്പിനി ടയർ വന്നേക്കണം. കണ്ട അതും ഓൾറെഡി ആണ്. സ്റ്റെപ്പിനി ടയർ ഒരു പാനലിൻ്റെ അകത്ത് തന്നെയായിട്ടാണ് വന്നേക്കുന്നത്. ഫുൾ ബോഡിക്ക് അകത്ത് തന്നെയുള്ള രീതിയിലാണ് കവേർഡായിട്ട് തന്നെ വന്നേക്കുന്നത്. പിന്നെ നമ്മൾ ഇപ്പോൾ സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ അതിലൊക്കെ ഇവിടെ സൈഡിൽ നോക്കിയാൽ ഇവിടെ നമുക്ക് എമർജൻസി എക്സിൽ അങ്ങനെയുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ. നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് ആർബ്ലൂയും ഡീസലും വന്നത്. ഒരു ഭാഗത്ത് ആർബ്ലൂ വന്നത്, ഇവിടെയാണ് നമ്മുടെ ഡീസലിൻ്റെ അത് വന്നത്. അപ്പോൾ ഡീൽ ബസ്സിൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും കാണുമ്പോൾ ദിസ് ഈസ് ഓട്ടോമോട്ടീവ് സൈനിങ് ഔട്ട്.